നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ടാറ്റ ആൾട്രോസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. മെയ് 22, 2025 5 വർഷത്തിന് ശേഷം ടാറ്റ ആൾട്രോസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ്, അതായത് പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ട്രൂലി സ്പെഷ്യൽ എന്ന ടാഗ് ലൈനുമായിട്ട് ടാറ്റ ആൾട്രോസ് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനകത്തെ പുതുമകൾ, എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, പുതുതായിട്ട് ഏതൊക്കെ ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്, എഞ്ചിൻ ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്ന് നമ്മൾ 2 വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും, അതായത് ഈ ഡ്രൈവിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അതിനുള്ള അവസരമുണ്ട്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 സ്പീഡ് ഡീസൽ മാനുവലും, അതേപോലെ ഞാൻ ഇനി രണ്ടാമത് ഓടിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആൾട്രോസിൻ്റെ iCNG പതിപ്പുമാണ്. എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ മോട്ടോഴ്സ് ആൾട്രോസ് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത് 2019 ജിനീവ ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിലാണ്. 2020 ഈ വാഹനം അവർ ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തിച്ചു. അന്ന് ശരിക്കും ഈ വാഹനത്തിന് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 5 വർഷത്തിന് ശേഷവും ഈ സെഗ്മെൻറ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ, അതായത് സേഫ്റ്റിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ പ്രീമിയം ഹാച്ച് മാത്രമേ ഉള്ളൂ എന്ന് എടുത്തു പറയുന്നു. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ഹാച്ച് ബാക്ക് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇവരുടെ ഒരു സെയിൽസ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുകൂടി പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആൽഫ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ മോട്ടോഴ്സ് ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ന് അവതരിപ്പിച്ച അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പോഴും ഇതുള്ളത്. ടാറ്റ പഞ്ചും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സേഫ്റ്റി സ്ട്രക്ചറിന് കുറേ കൂടി ബലം നൽകിയിട്ടാണ് പുത്തൻ ആൾട്രോസ് 2025 എത്തുന്നത്. ആൾട്രോസ് എന്ന വാക്ക് ടാറ്റ മോട്ടോഴ്സിനെ എങ്ങനെ കിട്ടി? ഒരു ബേർഡ് സ്പീഷീസിൻ്റെ പേരാണ് ആൽബട്രോസ്. ആൽബട്രോസ് എന്ന പേരിൽ നിന്നാണ് ആൾട്രോസ് എന്ന വാക്ക് അവർ തിരഞ്ഞെടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾട്രോസ് അവതരിപ്പിക്കുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് അവരൊരു കാര്യം പറഞ്ഞിരുന്നു. 90 ഡിഗ്രി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഈ വാഹനത്തിനൊന്ന്. ഈ പ്രീമിയം ഹാച്ച് ബാക്കിലെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിനകത്തേക്കുള്ള കയറാനും ഇറങ്ങാനും, അതായത് ഇൻഗ്രസ് എഗ്രസ് എന്ന് പറയുന്ന സംഗതി ശരിക്കും ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്. അപ്പം കയറാനും ഇറങ്ങാനും ഉള്ള ഒരു സൗകര്യം, ശരിക്കും ഒരു പക്ഷി ചിറക് വിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോറുകളെ 90 ഡിഗ്രി തുറക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ പറയുന്നു. അപ്പോൾ ഒരു ബേർഡ് സ്പീഷീസിൽ നിന്ന് എടുത്ത ഒരു പേരാണ് ആൾട്രോസ്. ആൾട്രോസിൻ്റെ ആ ഒരു പേരിനോട് ഈ 4 ഡോറും തുറന്നിടുമ്പോൾ ശരിക്കും നമ്മൾ ഒരു പക്ഷിയുടെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന പോലെ തന്നെ മനോഹാരിത ഉള്ള ഒരു മോഡൽ, ഒരു പ്രീമിയം ഹാച്ച് ബാക്കാണ് ടാറ്റ ആൾട്രോസ്. സേഫ്റ്റി കൊണ്ടും സെക്യൂരിറ്റി കൊണ്ടും രൂപം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഒരുപാട് എൻജിൻ ട്രാൻസ്മിഷൻ കൊണ്ടും ഡീസലിലും പെട്രോളിലും CNG പതിപ്പിലും ഒക്കെ കിട്ടുന്ന ഒരു വാഹനം എന്ന നിലയിലും സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലറാണ് ഈ വാഹനം. സെഗ്മെൻറ്റ് ലീഡിംഗ് ഫീച്ചേഴ്സ് ഒരുപാടാണ് ഈ വാഹനത്തിന്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ബലെനോ, ഹ്യുണ്ടായി i20, അതേപോലെ തന്നെ ഹോണ്ട ജാസ് എന്നീ വാഹനങ്ങളാണ്. പ്രീമിയം ഹാച്ച് ബാക്കുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ശരിക്കും ഫാമിലിക്ക് ഏറ്റവും കംഫർട്ടബിളായി സേഫായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ച് ബാക്കുമായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ജൈത്ര യാത്ര അല്ലെങ്കിൽ സെയിൽസ് കണക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഹാച്ച് ബാക്കും ഇന്ത്യക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ള ഒരു കാര്യമാണ് ടാറ്റ ആൾട്രോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മെയ് 22, 2025 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചത്, അതായത് ഇൻട്രൊഡക്ടറി പ്രൈസ് 6.89 lakhsലാണ്. അതോടൊപ്പം തന്നെ അവർ പുതിയ ഒരു ട്രാൻസ്മിഷൻ കൂടി കൊണ്ടുവന്നു. പെട്രോൾ ഓപ്ഷനിൽ, അതായത് 5 സ്പീഡ് AMT കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്ന് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ശ്രമിക്കുന്നത്.
ഓട്ടോമേറ്റഡ് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ തന്നെയാണ് ഈ വാഹനത്തിൽ നടക്കുന്നത്. ശരിക്കും സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെങ്കിലും ഈ ഒരു ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിലെ വാഹനം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. DC പതിപ്പ് അല്ലെങ്കിൽ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനങ്ങളെക്കാൾ കൂടുതൽ അഫോർഡബിൾ ആണ് AMT പതിപ്പ്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് 2025 ഈ ഫേസ് ലിഫ്റ്റിനോടൊപ്പം അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ കൂടി ശരിക്കും ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്നത്. ശരിക്കും ഇത് സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ അതുപോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലൂടെ ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യും. അത് മോർ അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ ശരിക്കും മികച്ച ഫ്യൂൽ എഫിഷ്യൻസിയും ആ ഒരു പതിപ്പിന് കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കുറച്ചുകൂടി മികച്ച ഒരു ഡിസൈനിൽ ഒരു വാഹനം അവതരിപ്പിക്കാമെന്ന് നിർമ്മാതാക്കൾക്ക് തോന്നുമ്പോൾ തന്നെ അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ തന്നെ ഇത്തരം ഫേസ് ലിഫ്റ്റ് പതിപ്പുകൾ എത്താറുണ്ട്. അപ്പോൾ ടാറ്റ ആൾട്രോസിൻ്റെ മുന്നിലെ ഏറ്റവും മികച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 3D ഫ്രണ്ട് ഗ്രിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തേക്ക് 360 ഡിഗ്രി അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ ക്യാമറ ഇവിടെയായിട്ട് കാണാം, ടാറ്റ ലോഗോ ഇവിടെയായിട്ട് കാണുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ശരിക്കും ഈ ലൈൻസ് കുറച്ചുകൂടി കർവി ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഷാർപ്പായിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, ഇതിനകത്തേക്ക് ശരിക്കും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പുതിയ വാഹനം എത്തിയിരിക്കുന്നത്. ഇവിടെ എയർ വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം LED ഹെഡ്ലൈറ്റ് ഉണ്ട്, സ്ലീക്കായിട്ടുള്ള LED ഹെഡ്ലൈറ്റ്, DRLs, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് കാണാം. ടാറ്റയുടെ പുത്തൻ ആൾട്രോസിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലേക്കും 18 ഇഞ്ച് അലോയ് വീലാണ് നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. ശരിക്കും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഉള്ള ഒരു അലോയ് വീലൊക്കെ തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ വ്യൂ മിററിൻ്റെ ഡിസൈനും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഭാഗം മാറി ഈ ഒരു ഭാഗത്തിനും മാറ്റം വന്നു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തിനും തീർച്ചയായിട്ടും മാറ്റം വന്നു. ഫ്ലഷ് ഡോർസാണ് പുത്തൻ ആൾട്രോസിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എയറോഡൈനാമിക്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും കർവിയായിട്ടൊരു കൂപ്പേ സ്റ്റൈലിലുള്ള ഒരു ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത രീതിയിൽ ഉള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ റൂഫ് അവർ പുതുതായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കൂടുതൽ എഡ്ജി ആകുകയാണ്. ശരിക്കും ആൾട്രോസിൻ്റെ പണ്ടും ആ ഡിസൈൻ്റെ ഒരു മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ ലൈറ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ റിയർ ലൈറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു LED സ്ട്രിപ്പ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ആൾട്രോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെയായിട്ട് കാണാം, ക്യാമറ ഇവിടെയായിട്ട് കാണാം, ടാറ്റയുടെ ലോഗോ ഇവിടെയായിട്ട് കാണാം. ഇവിടെ എല്ലാം തന്നെയും സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലെ ബാക്ക് ബമ്പർ ഡിസൈനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലോട്ടിംഗ് റൂഫാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നതെന്ന്. അതും ഇതിൻ്റെ ഒരു സൗന്ദര്യത്തിന് അഴക് കൂട്ടുന്നു. എന്തായാലും ആൾട്രോസിൻ്റെ ഡിസൈൻ പണ്ടും നമ്മൾ റോഡിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നതാണ്. ടാറ്റയുടെ ഡിസൈനേഴ്സ് ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കർവുകളും ഒരുപാട് ലൈൻസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിനെ ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലോ മറ്റോ ഒന്നും തന്നെ മാറ്റങ്ങളൊന്നുമില്ല. എക്സ്റ്റീരിയർ കുറേ മിനുക്കുപണികൾ കൊണ്ടുവന്നു, ഫ്ലഷ് ഹാൻഡിൽസ് കൊണ്ടുവന്നു, റൂഫ് കുറച്ചും കൂടി ഫ്ലോട്ടിംഗ് ആക്കി, അതുപോലെ തന്നെ മുന്നിലെ ഗ്രില്ലിന് ഒരു 3D സ്വഭാവം കൊടുത്തു, റിയർ ലൈറ്റുകളെ കണക്റ്റഡ് ഇതാക്കി, അതുപോലെ തന്നെ റിയർ ലൈറ്റുകൾക്കും അതുകൾ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇതുകളും ഇതിനൊക്കെ തന്നെയും ഡിസൈൻ മാറ്റം വന്നു. ഫ്രണ്ടിലെ ഗ്രില്ലിന് 3D എഫക്റ്റ് കൊടുത്തു, ഫ്ലഷ് ഹാൻഡിൽസ് കൊണ്ടുവന്നു. ഇത്രയൊക്കെയാണ് മാറ്റങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു ഡോറുകളെല്ലാം തന്നെയും നമുക്ക് 90 ഡിഗ്രി ഓപ്പണിംഗ് ഉള്ള ഒരു സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഏറ്റവും എളുപ്പം ഈ വാഹനത്തിലേക്ക് ഇറങ്ങാനും കയറാനും സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ എഞ്ചിനിൽ ഇഷ്ടം പോലെ ട്രാൻസ്മിഷനിൽ ഒരു വാഹനത്തെ അവതരിപ്പിച്ച് ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണ് ടാറ്റ മോട്ടോഴ്സ് നടത്തുന്നത്. അപ്പോൾ പെട്രോളിലും ഡീസലിലും CNG പതിപ്പിലും എത്തുന്ന ഏക പ്രീമിയം ഹാച്ച് ബാക്കാണ് ടാറ്റ ആൾട്രോസ്. അപ്പോൾ ഇതിൻ്റെ വിലയൊന്ന് നോക്കാം നമുക്ക്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് 6,89,000 രൂപയാണ്. അതുപോലെ തന്നെ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള അതിൻ്റെ ഉയർന്ന വേരിയൻറ്റിലുള്ള വില അത് ശരിക്കും 11,29,000 രൂപയാണ്. ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസാണ്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ സ്റ്റേറ്റിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ ജില്ലയ്ക്കനുസരിച്ചും ഒക്കെ തന്നെ അതിങ്ങനെ മാറി മാറി ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ
ഉണ്ടാകും. നമുക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനായി കിട്ടിയിരിക്കുന്നത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വില തുടങ്ങുന്നത് 8,99,000 രൂപ മുതൽ 11,29,000 രൂപ വരെയാണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ 6 വേരിയന്റുകളിലാണ് ടാറ്റ ആൾട്രോസ് ലഭിക്കുന്നത്. 6,89,000 രൂപ മുതൽ 9,99,000 രൂപ വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. പെട്രോൾ AMTക്ക് 4 വേരിയന്റുകളാണുള്ളത്. 8,29,000 രൂപ മുതൽ 9,65,000 രൂപ വരെയുള്ള എക്സ് ഷോറൂം പ്രൈസാണ് അതിന്. അതുപോലെ തന്നെ പെട്രോൾ DCAക്ക് 3 വേരിയന്റുകളാണുള്ളത്. 10,30,000 രൂപ മുതൽ 11,49,000 രൂപ വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി CNGയിലെ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. 6 വേരിയന്റുകളാണ് CNGയിലുള്ളത്. അതിൻ്റെ വില തുടങ്ങുന്നത് 7,89,000 രൂപ മുതൽ 11,09,000 രൂപ വരെയാണ്. ടാറ്റ മോട്ടോഴ്സ് ഈ അടുത്ത കാലത്തായി അവരുടെ ഉയർന്ന മോഡലുകളിലേക്ക് പെർസോണ ബേസ്ഡ് പേരുകൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ആൾട്രോസിലേക്കും അത്തരത്തിലുള്ള ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. പെർസോണ വെച്ചിട്ടാണ് ശരിക്കും വേരിയൻറ്റുകളെ നമുക്കിനി തിരിച്ചറിയാൻ പറ്റുക. അത് കസ്റ്റമേഴ്സിനാണെങ്കിലും ഷോറൂം എക്സിക്യൂട്ടീവ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും എളുപ്പം വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ബേസ് മോഡലാണോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡലാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു നല്ല വഴിയാണെന്ന് തന്നെ തീർച്ചയായിട്ടും ഈ പെർസോണ നോമൻക്ലേച്ചർ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വരുന്നത് സ്മാർട്ട് എന്ന് പറയുന്ന പെർസോണയിലാണ്. അതുപോലെ തന്നെ പിന്നെ പ്യുവർ വരുന്നു, ക്രിയേറ്റീവ് വരുന്നു, അക്കംപ്ലിഷ്ഡ് എസ് വരുന്നു, പിന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് ആണ് ഏറ്റവും ഉയർന്ന വേരിയൻറ്റ്. അപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ഒന്നും അല്ല. നമ്മൾ ഓടിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഡീസൽ പതിപ്പ്, അതായത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഡീസൽ പതിപ്പാണ്. ഈ സെഗ്മെൻറ്റിൽ ഡീസൽ പതിപ്പിലുള്ള ഏക പ്രീമിയം ഹാച്ച് ബാക്കാണ് ഇതെന്നുകൂടി എടുത്തു പറയുന്നു. രാവിലെയുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ഹാൻഡ്ലിംഗ്, സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലൊക്കെ തന്നെയും നല്ല സുഖകരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് നൽകുന്നു. മികച്ച മൈലേജ് തന്നെയാണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന അതേ മൈലേജ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം നമ്മൾ താജ് ഹോട്ടലിൽ നിന്ന് നന്ദി ഹിൽസിൻ്റെ അടുത്ത് വന്നാണ് ഈ വാഹനത്തിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു 1 സൈഡ് ഇത്രയും തന്നെയും നമ്മൾ ഓടിച്ചു. മറ്റിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ടാറ്റ ആൾട്രോസിലേക്കും വന്നിരിക്കുകയാണ്. അപ്പോൾ 2 സ്പോക്ക് ഡീകട്ട് സ്റ്റിയറിംഗ് വീൽ ഇനി ടാറ്റ ആൾട്രോസ് വാഹന ഉടമകൾക്കും സ്വന്തമാണ് എന്നുകൂടി പറയുന്നു. ഇൻറ്റീരിയറിലേക്ക് അവർ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും മികച്ചതായിട്ട് പറയേണ്ടത് നല്ല തൈ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഈ സീറ്റുകൾ, അതായത് ലോങ് ജേർണിക്ക് ഏറ്റവും മികച്ചതായ രീതിയിൽ തൈ സപ്പോർട്ട് കൂട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് സീറ്റുകളുടെ ഒരു നീളം ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത് ഈ ഡാഷ്ബോർഡ് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു 3 കളറുടെ കോമ്പിനേഷനാണ് വരുന്നത്. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ബേജിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിലൊക്കെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ തന്നെ 10.25 ഇഞ്ചിലാണ് വരുന്നത്. ശരിക്കും ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിൽ ഏറ്റവും അവരുടെ ഉയർന്ന വേരിയൻറ്റ് വരുന്നില്ല. ഇത് ശരിക്കും 8 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ഇഞ്ചസും ആണ്. ഇതിനകത്തേക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐറ കണക്റ്റഡ് ആപ്പ് വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നു. എല്ലാ വാഹനങ്ങളിലേക്കും സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യം വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. 2020 തന്നെ ഈ സെഗ്മെൻറ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ ഉള്ള ഏക വാഹനമാണ് ഇത്. അപ്പം ഇതിനകത്തേക്ക് വളരെ ചെറുതാണെങ്കിലും ഒരു സൺറൂഫ് ഒക്കെ നിർമ്മാതാക്കൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പർ പോർഷൻ ഒരു ബേജ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രീമിയം ഹാച്ച് ബാക്കിൽ ഒരു ചെറിയ സൺറൂഫ് സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ആൾട്രോസിൽ അത്തരത്തിലൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ഇവിടെയായിട്ടാണ് അതിൻ്റെ ബട്ടൺ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇത് ചെയ്യാം. ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെ സീറ്റിൽ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ അപ്പോൾസ്ട്രി മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വിശദീകരിച്ച തൈ സപ്പോർട്ട് എക്സ്റ്റൻഷൻ, അതായത് ദീർഘയാത്രയ്ക്ക് നമുക്ക് കാലുകൾക്ക് ക്ഷീണം ഒട്ടും തോന്നാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു എക്സ്റ്റൻഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഈ അപ്പോൾസ്ട്രിയും ഇതും സീറ്റ് ഡിസൈൻസും എല്ലാം തന്നെ പുതിയതാണ്. ഇവിടെയായിട്ട് കുറേ ഗ്ലോസി ബ്ലാക്ക് എലിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ഗ്ലോസി ഫീലുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ
ഗ്ലൗ ബോക്സ് വളരെ വലിയ ഗ്ലൗ ബോക്സാണ്. ഡാഷ്ബോർഡ് ഡിസൈനിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റൊന്ന് ഇവിടെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ സീറ്റുകൾ കുറച്ച് മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ അത്ര വലുതല്ലെങ്കിലും ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇനി രണ്ടാം നിര വിശേഷങ്ങളിലേക്ക് പോകാം. പിന്നിലെയാണ് ഏറ്റവും രസകരം. ആൾട്രോസിൻ്റെ അതിൻ്റെ ഡോറിൽ തുടങ്ങുന്നു ആ ഒരു കൗതുകം. ഡോറ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ തന്നെയും പ്രത്യേക ഹാൻഡിൽസ് ഒക്കെ മുകളിലായിട്ടാണ്. അപ്പോൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 90 ഡിഗ്രി തുറക്കാവുന്ന മുന്നിലെയും പിന്നിലെയും ഡോറുകളാണ്. മറ്റൊന്നെന്ന് പറഞ്ഞ് ഇതിൻ്റെ പിൻനിരയിൽ ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അപ്പോൾസ്ട്രി മുന്നിലെ പോലെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇരുന്ന് നോക്കാം. അതായത് നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം. ഇവിടെയായിട്ട് പൗച്ച് കൊടുത്തിട്ടുണ്ട്, AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിരിക്കാം. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, നല്ല ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നിര സുഖമായിട്ട് തന്നെ ഇരിക്കാം. ശരിക്കും ഒരു അഫോർഡബിൾ വിലയിൽ ഒരു ഹാച്ച് ബാക്ക് എന്ന നിലയിൽ സേഫ്റ്റിയുടെ പ്രാധാന്യത്തിൽ ഒരുപാട് ടെക്നോളജി മികവിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടി ഒരുപാട് കളറുകളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനിലും ട്രാൻസ്മിഷനിലും ഒക്കെ തന്നെ ഒരു സ്റ്റൈലിഷ് പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന നിലയിൽ ആൾട്രോസ് ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. സേഫ്റ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും മുഖ്യമെങ്കിൽ ആൾട്രോസ് അല്ലാണ്ട് മറ്റൊരു ചോയ്സും പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇല്ല. ഞാൻ ഇന്ന് ഓടിച്ച 5 സ്പീഡ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഈ വാഹനം ഈ സെഗ്മെൻറ്റിൽ ഇവർക്ക് മാത്രം ഉള്ള ഒരു കാര്യമാണ്. ഡീസൽ ഓപ്ഷനിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊന്നും അവകാശപ്പെടാനില്ല. ഡീസൽ ഓപ്ഷനിലുള്ള ഈ വാഹനത്തിൻ്റെ എല്ലാവിധ അനുഭവങ്ങളും അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡ്രൈവാണ്, ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വാഹനം എല്ലാ അർത്ഥത്തിലും ഇഷ്ടമായി. ബാംഗ്ലൂരിലെ നഗരത്തിലൂടെ അപ്പോൾ നമ്മൾ ഈ വാഹനം ഷൂട്ട് ചെയ്തത് നന്ദി ഹിൽസിൻ്റെ മനോഹാരിതയിലാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വാഹനം ഇഷ്ടമായി എന്ന് പറയുന്നു. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സുരക്ഷയുടെ ഒരു കവചത്തിൽ ഒരു വാഹനം, ഒരു പ്രീമിയം വാഹനം വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹാച്ച് ബാക്കിനെ ഇഷ്ടപ്പെടുന്ന ഫാമിലികൾക്ക് ഏറ്റവും മികച്ച ഒരു ചോയ്സാണ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള, അതായത് ഡീസൽ എഞ്ചിനിലുള്ള ഈ വാഹനം എന്ന് പറയുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.